എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. നിങ്ങളൊരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ. ഒരുപാട് നല്ല നേട്ടങ്ങളും ഒരുപാട് ഉയർച്ചയും എല്ലാം ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കുട്ടികൾ പല കോളേജുകളിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം യാദൃച്ഛികമായിട്ട് ഞാനും അവരുടെ കൂട്ടത്തിൽ പോകുന്നു. അതിലൊരു കോളേജിൽ നടന്നൊരു സംഭവം. അവിടെ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല കുട്ടികൾ, നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ. അവിടെ ഈ പഠന സമയത്തിന് ശേഷം ഹോട്ടലിൽ ജോലിക്ക് പോകുന്ന കുട്ടികളുണ്ട്, ഓട്ടോ ഓടിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്, മറ്റു ജോലികൾക്ക് പോകുന്ന കുട്ടികളുണ്ട്. ഇവരുമായിട്ട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും എല്ലാം നമുക്ക് അവരുടെ അടുത്തൊരു അടുപ്പം തോന്നും. പക്ഷേ അവർക്ക് ഈ എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ കാണുന്ന ഒരു കുറവ്, അതെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന മനസ്സിലുണ്ടായി. ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചു. പക്ഷെ അതിനെല്ലാം പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അവസാനം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്, കഴിഞ്ഞ വർഷം അതായത് 2024 ഡിസംബറിൽ ഒരു യൂട്യൂബ് ചാനൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി അവർക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് അതിന് സാങ്കേതികമായിട്ടുള്ള മറ്റൊരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തോളമായിട്ട് നടത്തിയ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ പറ്റിയത്. പ്രീമിയം ബിസിനസ് സ്കൂളുകളിലോ പ്രീമിയം കോളേജുകളിലോ പഠിക്കുന്ന കുട്ടികൾക്ക് മിക്കവാറും ഇപ്പോൾ ഒരുപാട് അത്തരം കോളേജുകളും ബിസിനസ് സ്കൂളുകളും എല്ലാം ക്യാമ്പസ് ഇന്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ജോലി കിട്ടി, ജോലി വേണമെന്നുള്ളവർക്കെല്ലാം മിക്കവാറും ജോലി കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരം കോളേജുകളിലും ബിസിനസ് സ്കൂളുകളിലും ഒന്നും പഠിക്കുവാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ വേറെയുമുണ്ട്. ഈ ഒരു പ്രോഗ്രാം മെയിനായിട്ട് ലക്ഷ്യമിടുന്നത് അത്തരം കുട്ടികളെയാണ്. അതായത് വലിയ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാട് ഇല്ലാത്തതും വലിയ വലിയ കോളേജുകളിലോ ബിസിനസ് സ്കൂളുകളിലോ ഒന്നും പഠിക്കുവാൻ പറ്റുന്ന ചുറ്റുപാടില്ലാത്തവരുമായിട്ടുള്ള കുട്ടികൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 30 ദിവസത്തിനകം നിങ്ങൾക്കൊരു ജോലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല കാൻഡിഡേറ്റ്സിന് കിട്ടാത്തത് കൊണ്ട് ഞാൻ സഹകരിക്കുന്ന കമ്പനികളോ അല്ലെങ്കിൽ അല്ലാതെയുള്ള തന്നെ ഒരുപാട് കമ്പനികളുടെ എക്സ്പാൻഷൻ പ്ലാൻസ് അവർ ഹോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ജോലിക്ക് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഒരു ആവശ്യമാണ്. അത് മനസ്സിലാക്കുക. നേട്ടങ്ങളോട് കൂടിയ ഒരു വർഷമാകട്ടെ ഈ 2026 എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റ് രീതിയിലോ ഒക്കെ ഉള്ള ചുറ്റുപാടുകൾ, മറ്റ് എക്സ്പോഷർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾക്കായി സമർപ്പിക്കുന്നു. നമസ്കാരം. റൈറ്റ് കാൻഡിഡേറ്റിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ബിജു സുരേന്ദ്രൻ. ഞാൻ കഴിഞ്ഞ 30ഓളം വർഷമായിട്ട് ഇന്ത്യയിലെ വിവിധ കമ്പനികളിൽ ജോലി ചെയ്ത് വരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ചെക്ക് ചെയ്യാം. ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു ചാനൽ തുടങ്ങാനുള്ള പ്രധാന കാരണം എൻ്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കേരളത്തിലുള്ള ഒരുപാട് കോളേജുകളിൽ പോയി കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇവിടെ ജോലി കിട്ടുന്നില്ല എന്ന പരാതി പറഞ്ഞിട്ട് വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോകുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെപ്പോലുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് റൈറ്റ് കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചാനലിന് റൈറ്റ് കാൻഡിഡേറ്റ് എന്ന് പേരിടാനില്ല. കാരണം ഞങ്ങൾക്ക് റൈറ്റ് കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നില്ല. വി ആർ നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ്. ഞങ്ങളുടെ കയ്യിൽ ജോലിയുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഒരു മൾട്ടിനാഷണൽ കമ്പനി ഇന്ത്യയിൽ വന്നപ്പോൾ അവർക്ക് 300ഓളം പേരെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ വളരെ കുറച്ചു പേരെ മാത്രമേ അവർക്ക് ശരിക്കും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള കാൻഡിഡേറ്റ്സിനെ അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുമോ. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ മെയിൻ കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ പരിചയമോ അല്ലാതെ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ നിങ്ങളിൽ നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സ്കിൽസ്.
അതായത് നിങ്ങൾ എംപ്ലോയബിൾ ആണോ, നിങ്ങൾ ഈ ജോലിക്ക് ചേർന്ന വ്യക്തിയാണോ, നിങ്ങൾ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിയാവുമോ, നിങ്ങൾ ഈ കമ്പനിയുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ? ഇത്തരം കാര്യങ്ങളാണ് എംപ്ലോയബിലിറ്റി സ്കിൽസിൽ വരുന്നത്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പല കോളേജുകളും വിസിറ്റ് ചെയ്യുന്ന റിക്രൂട്ടേഴ്സുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. കുട്ടികളെല്ലാം നല്ല കുട്ടികൾ, ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, കമ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, പക്ഷേ എംപ്ലോയബിൾ അല്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫീൽഡിന് യോജിച്ച കുട്ടികളല്ല. ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? അത് മാത്രമല്ല, പലയിടത്തും ഞാൻ കണ്ട കുട്ടികളിൽ അവർക്ക് എന്താ പറയുന്നത്, എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സിന് പോകാനോ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സാമ്പത്തികമായിട്ട് ഇനി ഒരു കോഴ്സിന് കൂടെ പോകാനുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ല അവർക്കുള്ളത്. അതായത് കാശ് ചെലവാക്കി ഒരു കോഴ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും പഠിക്കാനോ ട്രെയിനിങ്ങിന് പോകാനോ ഒന്നും കഴിവില്ലാത്ത, അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ എങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാം എന്നപ്പോൾ വിചാരിക്കുന്നത്. ഇത് സാധാരണ നിങ്ങൾ കണ്ടുവരുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യരുത്. ദിസ് നോട്ട് എ ട്രെയിനിങ്. ഐ എം നോട്ട് എ ട്രെയിനർ. ഐ എം എൻ ഇൻഡസ്ട്രി എക്സ്പെർട്ട്. ഐ എം എ പ്രൊഫഷണൽ. ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു കോച്ചിങ് ആണ്. എന്താണ് ട്രെയിനിങ് കോച്ചിങ് തമ്മിലുള്ള വ്യത്യാസം? കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സമയം കൂടുതൽ എടുക്കും. കോച്ചിങ് എന്താണെന്ന് മാത്രം പറയാം. ട്രെയിനിങ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കും. കോച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വിജയകരമായി ചെയ്ത കാര്യം അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ അതായത് ഒരു കോച്ച് എന്താണ്, ഒരു ഫുട്ബോൾ കോച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രിക്കറ്റ് കോച്ച് ചെയ്യുന്നത്, അയാൾ വിജയകരമായിട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ അനുഭവത്തിൽ നിന്ന് പരിചയത്തിൽ നിന്ന് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പുതിയ ആൾക്കാരെ കോച്ച് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു, പുതിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവരെ പരിശീലിപ്പിക്കുന്നു ആ രീതിയിൽ. അതാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് സെൽഫ് ഡെവലപ്മെന്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു? നമ്മുടെ ചുറ്റുപാടും നിങ്ങൾ തന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പറയാൻ പോകുന്ന രീതിയിലുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഡ്രൈവറായി ജോലി തുടങ്ങി സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ കാർ റെന്റൽ കമ്പനിയുടെ ഓണറായ ഒരു കസ്റ്റമർ എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഒരു കമ്പനിയിൽ സാധാരണ സെയിൽസ്മാനായിട്ട് ജോലിക്ക് കയറി ആ കമ്പനിയുടെ ഡയറക്ടറായ വ്യക്തിയും എനിക്കറിയാം. ഇതൊന്നും ഒരുപാട് പ്രായമായ വ്യക്തികളൊന്നുമല്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മൾ കൂടുതൽ സമയം കളയേണ്ട. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചുറ്റുപാട് ഒരുപാട് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ കിട്ടും. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളാണ് മാറേണ്ടത്, നിങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളുടെ കരിയറോ നിങ്ങളുടെ തൊഴിലോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖലയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഇതൊന്നുമല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. അത് നിങ്ങൾ തന്നെയാണ്. ഇംപ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളാണ്, ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സെൽഫ് ഡെവലപ്മെന്റ്. ഇതിനകത്ത് ആദ്യം വരുന്നത് സെൽഫ് ഡിസ്കവറിയാണ്. എന്താണ് ഡിസ്കവറി? ഓക്കെ, ആദ്യം നമ്മളെ മനസ്സിലാക്കുക. അതായത് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമ്മുടെ ഇൻട്രസ്റ്റും എന്താണെന്ന് മനസ്സിലാക്കുക. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ നിങ്ങളുടെ ഒരു കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ വിജയകരമായി പൂർത്തിയാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാം. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതിലാണോ നിങ്ങൾ വിജയിക്കാതിരുന്നത് ആ ഭാഗം ഇമ്പ്രൂവ് ചെയ്യുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള, അതിനെ പാഷൻ എന്നോ അത് നിങ്ങൾക്ക് എന്ത് വേർഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള, നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള, നിങ്ങൾക്ക് പറ്റുന്ന ജോലികളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജോലികളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്തൊരു വലിയ വിജയമായി മാറും. അതായത് ചിലർ നന്നായിട്ട് പഠിക്കും, ചിലർ നന്നായിട്ട് പടം വരയ്ക്കും, ചിലർ നന്നായിട്ട് വണ്ടി ഓടിക്കും, ചിലർ നന്നായിട്ട് ഫോട്ടോ എടുക്കും, ചിലർ നന്നായിട്ട് പാടും, മറ്റു ചിലർക്ക് ഇഷ്ടം സോഷ്യൽ സർവീസ് ആണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജോലിയല്ല പ്രധാനം, എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഏത് മേഖലയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കരിയർ ഇന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഏതിലാണോ നിങ്ങൾക്ക് താല്പര്യം അത് തന്നെ തിരഞ്ഞെടുക്കുക. സോ റിസർച്ച് ജോബ്സ് അലൈൻഡ് വിത്ത് യുവർ സ്ട്രെങ്ത്സ് ആൻഡ് ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് താല്പര്യമുള്ളതും നിങ്ങൾ സ്ട്രോങ് ആയിട്ടുമുള്ള
ഏരിയകളിലുള്ള അത്തരം ഫീൽഡിലുള്ള ജോലി തേടുക, കണ്ടുപിടിക്കുക. അതാണ് ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുകയാണ്. എന്താണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്? നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് അത് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, നമുക്കുള്ള സംശയങ്ങൾ അയാളെടുത്ത് ചോദിക്കുന്നു. അതിനെയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, പാസീവ് ലിസൺ. ഒരാൾ സംസാരിക്കുന്നു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ മൊബൈലിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അതിനാണ് പാസീവ് ലിസണിങ് എന്ന് പറയുന്നത്. എന്താണ് ഈ ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഇമ്പോർട്ടൻസ്? ആക്റ്റീവ് ലിസണിങ് കൊണ്ടുണ്ടാകുന്ന നല്ലൊരു പ്രയോജനം ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളിനെ കാണാൻ പോകുന്ന സമയത്തും അയാൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനിടയിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അയാൾ പറയുന്നതിൽ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് അവിടെ ഉണ്ടാകുന്നു, നിങ്ങൾ ഒരു ഐ കോണ്ടാക്ട് അവിടെ ഉണ്ടാകുന്നു, നിങ്ങൾ ആ സംസാരിക്കുന്ന ആളിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോസ് ദാറ്റ് ലൈക്ക് യു ആർ ഇൻട്രസ്റ്റഡ്, ഓക്കെ, സീരിയസ്ലി ഇൻട്രസ്റ്റഡ്, യു ആർ എ ആക്റ്റീവ് ലിസണർ ദയർ. അങ്ങനെ സംഭവിച്ചാലുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളിൽ താല്പര്യമുണ്ടാകും. അങ്ങനെ അവിടെ ഒരു ബന്ധം വളർന്നു വരും. അത് ഒരു ടീച്ചറാവാം, ഒരു പ്രൊഫസറാവാം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആവാം, ഒരു പ്രൊഫഷണൽ ആവാം. അവർക്ക് നിങ്ങളടുത്ത് ഒരു താല്പര്യം തോന്നും. ഇന്റർവ്യൂവിലും ഇതേ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. ഓരോ ദിവസവും ഓരോ വീഡിയോ വെച്ചിട്ട് ജോബ് സീക്കേഴ്സിന് വേണ്ടിയുള്ള ഏകദേശം 30 വീഡിയോകളാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൂടാതെ കരിയർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള മറ്റു വീഡിയോകൾ ഇതുകൂടാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, അതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അത് നോക്കിയിട്ട് ആ ടോപ്പിക്ക് മറ്റുള്ളവർക്കും കൂടി ഉപയോഗപ്പെടുന്നതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ കൂടുന്നതനുസരിച്ച് മറ്റു ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ഒരു ആലോചനയുണ്ട്. ഇന്നലെ ആയിരുന്നു ശരിക്കും ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത്. അതിപ്പോൾ ഇന്നാണ് ചെയ്തത്. ചിലപ്പോൾ ഇന്നത്തേക്ക് പ്ലാൻ ചെയ്തിരുന്ന വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.